ഏകദേശം ഒരു 6 മണിക്കൂർ മുന്നേ ജാൻമണി ഒരു പ്രമുഖ അവതാരികയുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ ജാൻമണി ഒരുപാട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അത് എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം നമ്മളുടെയൊക്കെ വിചാരം ജാൻമണി അന്ന് ശപിച്ചത് നോറേനെയാണ് എന്നാണ്. എന്നാൽ ജാൻമണി പറയുന്നത് ഞാൻ നോറേനെയല്ല ശപിച്ചത്, അർജുനെയാണ് എന്നാണ്. അപ്പോൾ ആ പ്രമുഖ അവതാരിക എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അന്ന് രശ്മിൻ ആ ഫുഡ് വേസ്റ്റ് മുഴുവൻ അവിടെ പെറുക്കിയിട്ടു. അത് അർജുൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അർജുനെ ശപിച്ചത് എന്നാണ്. ഇതിനോട് കൂടെ ജാൻമണി പറയുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നു അർജുൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അർജുൻ കഴിഞ്ഞ 1 വർഷമായി എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരാളാണ് എന്ന്. എന്തായാലും നാം അടക്കമുള്ളവർക്കൊക്കെ മനസ്സിലായത് ജാൻമണി നോറേനെ ശപിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ്. നോറയും അത് അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതൊരു വമ്പൻ ട്വിസ്റ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് ഇപ്പോഴാണ് ജാൻമണിയും അർജുനൊക്കെ മുന്നേ അറിയുന്നവരാണ് എന്നുള്ള കാര്യം പോലും മനസ്സിലാകുന്നത്. ജാൻമണി പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് പറയാനായിട്ട് ഞാൻ ആരുമല്ല. ജാൻമണിക്ക് ആ ഹൗസിൽ വെച്ചിട്ട് ഒരിക്കൽ തല കറങ്ങി വീണിരുന്നു. അപ്പോൾ അർജുനാണ് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ അർജുൻ പറഞ്ഞിരുന്നു ആ ഫെയിൻറ്റ് ചെയ്ത് വീണത് ജെന്യുവിൻ ആണെന്ന് എനിക്ക് തോന്നിയില്ല, കാരണം കണ്ണനങ്ങുന്നുണ്ടായിരുന്നു, അങ്ങനെ എന്തോ. അതിന്റെ പേരിൽ ജാൻമണിക്ക് അർജുനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിവില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതിൽ ജാൻമണി പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്.